ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യായം, അതിൽ 5-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പിതരിഃ സംപ്രവൃത്തേ തദനുശാസനേ വർത്തമാന ആഗ്നിധ്രോജം ഭൂദ്വീപൗകസ പ്രജാ ഔരസവദ്ധർമാവേക്ഷമാണ പര്യഗോപായത്. സ ച കഥാചിത് പിതൃലോകകാമ സുരവരവനിതാ ക്രീഡാചലദ്രോണ്യം ഭഗവന്തം വിശ്വസൃജാം പതിമാഭൃതപരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്വ്യാരാധയാം ബഭൂവ. തദുപലഭ്യ ഭഗവാനാദിപുരുഷഃ സദസി ഗായന്തീം പൂർവജിത്തീം നാമാപ്സരസമഭിയാപയാമാസ. സാ ച തദാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡവിടപിവിടപ നികടസംശ്ലിഷ്ടപുരടലതാരൂഢ സ്ഥലവിഹംഗമമിഥുനൈഃ പ്രോച്യമാനശ്രുതിഭിः പ്രതിബോധ്യമാനസലില കുക്കുടകാരണ്ഡവകളഹംസാദിഭിർവിചിത്ര ഉപകൂജിതാമലജലാശയ കമലാകര ഉപബഭ്രാമ. തസ്യാഃ സുലളിതഗമനപദവിന്യാസഗതിവിലാസായാശ്ചാനുപദം ഖണഖണായമാനരുചിരചരണാഭരണസ്വനം ഉപാകർണ്യ നരദേവകുമാരഃ സമാധിയോഗേനാമീലിതനയന നളിനമുകുള ഈഷദ്വിചകയ്യ വ്യചഷ്ട. അടുത്തത് 6-ാമത്തെ ശ്ലോകം, അതാണ് എടുക്കാനുള്ളത്. താമേവാവിദൂരേ മധുകരീമിവ സുമനസ ഉപജിഘ്രന്തീം ദിവിജമനുജമനോനയനാഹ്ലാദദുഃഖൈർഗതിവിഹാര വ്രീഡാവിനയാവലോക സുസ്വരാക്ഷരാവയവൈർമനസി നൃണാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖവിഗളിതാമൃതാസവസഹാസ ഭാഷണാമോദമദാന്ധമധുകര നികരോപരോധേന ദ്രുതപദവിന്യാസേന വദ്ഗുസ്പന്ദനസ്തനകലശകബരഭാരരശനം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവദിതി ഹോവാച. ഒന്നുകൂടി ചൊല്ലാം. താമേവാവിദൂരേ മധുകരീമിവ സുമനസ ഉപജിഘ്രന്തീം ദിവിജമനുജമനോനയനാഹ്ലാദദുഃഖൈർഗതിവിഹാരവ്രീഡാവിനയാവലോക സുസ്വരാക്ഷരാവയവൈർമനസി നൃണാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖവിഗളിതാമൃതാസവസഹാസ ഭാഷണാമോദപദാന്ധമധുകര നികരോപരോധേന ദ്രുതപദവിന്യാസേന വദ്ഗുസ്പന്ദനസ്തനകലശകബര ഭാരരശനം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവദിതി ഹോവാച. അപ്പോൾ ഇതിൽ ദിവിജ മനുജ മനോനയന ആഹ്ലാദദുഃഖൈ, ദിവിജ മനുജ മനോനയന ആഹ്ലാദദുഃഖൈ, ദേവന്മാർക്കും മനുഷ്യർക്കും മനസ്സിനും കണ്ണിനും ആനന്ദം പകരുമാറ്. ദിവിജ മനുജ മനോനയന ആഹ്ലാദദുഃഖൈ, ദേവന്മാർക്കും മനുഷ്യന്മാർക്കും മനസ്സിനും കണ്ണിനും ആനന്ദം പകരുമാറ്. ഗതിവികാരവ്രീഡാവിനയ അവലോക സുസ്വര അക്ഷര അവയവൈഹി എന്നുള്ളതാണ് ആ പദം വിഭജിച്ചു വരുന്നത്. ഗതിവികാര വ്രീഡാ വിനയ അവലോക സുസ്വര അക്ഷര അവയവൈഹി. നടത്തം, ക്രീഡ, ലജ്ജ, വിനയഭാവം, നോട്ടം, ചില മധുരോച്ചാരണങ്ങൾ, കമനീയ അവയവങ്ങൾ, ഇവയാൽ
എന്താ പറഞ്ഞാൽ നടത്തം, ക്രീഡ, ഗതി, നടത്തം, വിഹാരം എന്ന് പറഞ്ഞാൽ ക്രീഡ, വ്രീഡാം ലജ്ജ, വിനയ വിനയഭാവം, അവലോക നോട്ടം, സുസ്വര അക്ഷര അവയവൈ ചില മധുരോച്ചാരണങ്ങൾ, കമനീയ അവയവങ്ങൾ ഇവയാൽ അവിദൂരേ അധികം അകലത്തല്ലാതെ സുമനസഹ പുഷ്പങ്ങളെ അധികം അകലത്തല്ലാതെ സുമനസഹ പുഷ്പങ്ങളെ ഉപജിഘ്രന്തിയും വാസനിക്കുന്ന മധുകരീം ഇവ സ്ഥിതാം വണ്ടിനെ പോലെ നിൽക്കുന്നവളും, മധുകരി വണ്ടിനെ പോലെ നിൽക്കുന്നവളും, നിജമുഖ വിഗളിത അമൃതാസവ സഹാസഭാഷണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന ആണ് അടുത്ത പദം. ഒന്നിച്ച് ഉള്ള പദം വിഘടിച്ച് വരുമ്പോൾ വരുന്ന നിജമുഖ വിഗളിത അമൃതാസവ സഹാസഭാഷണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന തൻ്റെ മുഖത്ത് നിന്നും ഉതിർന്ന ആ മാദകമായ അമൃതരസം പോലെയുള്ളതും സുഗന്ധം വമിക്കുന്നതുമായ പുഞ്ചിരിയാകുന്ന മധുവിൻ്റെ ആ വാസനയാൽ ആകൃഷ്ടരായും അത് ആസ്വദിച്ച് മദാന്ധരായുള്ള വണ്ടിനിരകളുടെ ശല്യത്താൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒന്നുകൂടി പറയാം. തൻ്റെ ആ മുഖത്ത് നിന്നും ഉതിർന്ന മാദകമായ അമൃതരസം പോലെയുള്ളതും സുഗന്ധം വമിക്കുന്നതുമായിരിക്കുന്ന പുഞ്ചിരിയാകുന്ന മധുവിൻ്റെ വാസനയാൽ ആകൃഷ്ടരായും അത് ആസ്വദിച്ച് മദാന്ധരായുമുള്ള വണ്ടിനിരകളുടെ ശല്യത്താൽ ദ്രുതപദവിന്യാസേന ആ വേഗത്തിലുള്ള നടത്തം കൊണ്ട് വദ്ഗു സ്പന്ദന സ്തന കലശ കബരഭാര രശനാം വൽഗുസ്പന്ദന അല്പം ചലിക്കുന്ന സ്തനകലശ ആ കലശ സദൃശങ്ങളായിട്ടുള്ള സ്തനങ്ങൾ, കബരഭാര അവാർമുടിക്കെട്ട്, രശനാം അരഞ്ഞാൻ ഇത്യാദികളോടുകൂടിയതും, വൽഗുസ്പന്ദന സ്തന കലശ കബരഭാര രശനാം അല്പം ചലിക്കുന്ന കലശ സദൃശങ്ങളായിരിക്കുന്ന സ്തനങ്ങൾ, വാർമുടിക്കെട്ട്, അരഞ്ഞാൻ ഇത്യാദികളോടുകൂടിയവളും. പൂർവചിത്തിയുടെ ആ വരവിനെ പറയണം. ഇക്കാരണങ്ങളാൽ നൃണാം മനസി കുസുമായുധസ്യ വിവരം വിദധതീം ജനഹൃദയങ്ങളിൽ കാമദേവന് പ്രവേശിപ്പിക്കാനുള്ള മാർഗം നൽകുന്നവളും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നൃണാം മനസി മനുഷ്യരുടെ മനസ്സിലെ കുസുമായുധസ്യ കാമദേവൻ്റെ ബാണം, കാമദേവൻ പ്രവേശിക്കുക, ഈ വിവരം വിദധതീം പ്രവേശിക്കാനുള്ള മാർഗം നൽകുന്നവളുമായ താം ദേവീം ഏവ ആ ദേവിയെ ആകട്ടെ തദവലോകനേന അവളെ കണ്ട മാത്രയിൽ വിവൃത അവസരസ്യ അവസരം ലഭിച്ചവനായ ഭഗവതഃ മകരധ്വജസ്യ ആ ഭഗവാൻ കാമദേവന്റെ വശം ഉപനീതഃ പാട്ടിലായിത്തീർന്ന സഹ ജഡവത് ആ അഗ്നിധ്രൻ ഒരു ജഡനെ പോലെ ഇതി ഉവാചഹ ഇങ്ങനെ പറഞ്ഞു. കഷ്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമാധി ഇളകി നർത്ഥം, സമാധി മാറി നർത്ഥം. ഒന്നും കൂടി പറയാം. ഇവർ ആ സ്ത്രീയെ കണ്ടപ്പോൾ, പൂർവജിത്തിയെ കണ്ടപ്പോൾ ഒന്നുകൂടി പറയാം. ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈ ദേവന്മാർക്കും മനുഷ്യർക്കും മനസ്സിനും കണ്ണിനും ആനന്ദം പകരുമാറ് ഗതിവിഹാര വ്രീഡ വിനയ അവലോക സുസ്വര അക്ഷര അവയവൈ നടത്തം, ക്രീഡ, ലജ്ജ, വിനയഭാവം, നോട്ടം, ചില മധുരോച്ചാരണങ്ങൾ, കമനീയമായിരിക്കുന്ന അവയവങ്ങൾ ഇവയാൽ അവിദൂരേ അധികം അകലത്തല്ലാതെ സുമനസഹ പുഷ്പങ്ങളെ ഉപജിഘ്രന്തിയും വാസനിക്കുന്ന മധുകരീം ഇവ സ്ഥിതാം വണ്ടിനെ പോലെ നിൽക്കുന്നവളും നിജമുഖ വിഗളിത അമൃതാസവ സഹാസഭാഷണ ആമോദമദാന്ധ മധുകര നികര ഉപരോധേന തൻ്റെ മുഖത്തു നിന്നും മുതിർന്ന മാദകമായിരിക്കുന്ന അമൃതരസം പോലെയുള്ളതും സുഗന്ധം വമിക്കുന്നതുമായിരിക്കുന്ന പുഞ്ചിരിയാകുന്ന മധുവിൻ്റെ വാസനയാൽ ആകൃഷ്ടരായും അത് ആസ്വദിച്ച് മദാന്ധരായും ഉള്ള വണ്ടിനിരകളുടെ ശല്യത്താൽ ദ്രുതപദവിന്യാസേന വേഗത്തിലുള്ള നടത്തം കൊണ്ട് വദ്ഗുസ്പന്ദനസ്തന കലശ കബരഭാര രചനാം അല്പം ജലിക്കുന്ന കലശ സദൃശങ്ങളായിരിക്കുന്ന സ്തനങ്ങൾ,
വാർമുടിക്കെട്ട്, അരഞ്ഞാൺ ഇത്യാദികളോടുകൂടിയവളും ഇക്കാരണങ്ങളാൽ നൃണാം മനസ്സി കുസുമായുധസ്യ വിവരം തരുന്നവളും ആയ താം ദേവീൻ ഏവ ആ ദേവിയെ ആകട്ടെ തദവലോകനേന അവളെ കണ്ട മാത്രയിൽ വിവൃതാവസരസ്യ അവസരം വിവൃതാവസരസ്യ ആ അവസരം ലഭിച്ചവനായ ഭഗവതഃ മകരധ്വജസ്യ ആ ഭഗവാൻ കാമദേവന്റെ വശം ഉപനീതഃ പാട്ടിലായിത്തീർന്ന സഹ ജഡവത് ആ നീത്രൻ ജഡനായിരിക്കുന്ന നീത്രൻ ജഡനെ പോലെ ഈതി ഉവാച ഇങ്ങനെ പറഞ്ഞു. കഷ്ടം തന്നെ. അപ്പോൾ അവൾ ആദ്യമാദ്യം തൻ്റെ ആ ചില അവയവഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ടും മധുരസ്വരങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും മന്ദം മന്ദം വിലസി. അപ്പോൾ അവളെ കണ്ടാൽ ഒരു വണ്ട് ഗാനാലാപം ചെയ്തുകൊണ്ട് തേൻ നുകരുകയാണെന്ന് തോന്നും. അവൾ മന്ദഹസിക്കുമ്പോഴും മധുരാക്ഷരങ്ങൾ ആലപിക്കുമ്പോഴും ഉതിർന്നു വീഴുന്ന അമൃതരസതുല്യമായിരിക്കുന്ന ലലാജലം ആകുന്ന മധു പാനം ചെയ്യുവാൻ അതിൻ്റെ സുഗന്ധത്താൽ ആകൃഷ്ടരായിരിക്കുന്ന വണ്ടിനിരകൾ സംഘമായി തടിച്ചുകൂടി. അവൾക്ക് അത് അസഹ്യമായി ചലനം ദ്രുതഗതിയിലാക്കി. അപ്പോൾ സ്തനങ്ങളും തലമുടിയും മറ്റവയവങ്ങളും ആടിക്കുഴഞ്ഞ് മാദകത്വം സൃഷ്ടിച്ചു. ഈ തക്കം കാമദേവൻ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി. ദേവരും മനുഷ്യരും അവളിൽ വശീകൃതരായി. തൻ്റെ സമീപത്ത് ധ്യാനത്തിലിരിക്കുന്ന ആഗ്നീധ്രൻ അവളെ കണ്ട കാമപാരവശ്യം മുഴുത്ത് ഒരു ജഡനെ പോലെ എന്തൊക്കെയോ പുലമ്പി. കഷ്ടം. സുമന ശബ്ദത്തിന് ദേവനും പുഷ്പം എന്നും അനേകം അർത്ഥങ്ങളുണ്ട്. പുഷ്പം എന്ന അർത്ഥത്തിൽ ഇത് സ്ത്രീലിംഗമായിട്ട് ഇവിടെ പ്രയോഗിക്കുന്നു. സുമനാ പുഷ്പമാലത്യോ സ്ത്രീയാം നാ ഘോരദേവയോ കുസുമായുധൻ മകരധ്വജൻ ഇവയെല്ലാം കാമദേവന്റെ പര്യായങ്ങളാണ്. മദനോ മന്മഥോ മാരഹ കാമദേവന്റെ പര്യായങ്ങൾ കാണാം. കുസുമായുധൻ എന്ന് പറയുവാൻ കാരണം അരവിന്ദാദികളായിരിക്കുന്ന പുഷ്പങ്ങൾ ശരങ്ങളാകയാൽ, കൊടിയടയാളം മകര മത്സ്യമാകയാൽ മകരധ്വജൻ എന്നും മീനധ്വജൻ എന്നും ഇവയെല്ലാം അതിപ്രസിദ്ധങ്ങളാണ്. സുമനസഹ എന്നത് സ്ത്രീലിംഗ പദം ആണ്. ഇവിടെ ആ വിപ്രജിത്തിയെ ഒരു വണ്ടിനോട് ഉൽപ്രേക്ഷിക്കുന്നു. വിപ്രജിത്തി എന്ന് പറഞ്ഞാൽ പൂർവജിത്തിനെയാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള വണ്ടുകൾ അവളെ ശല്യം ചെയ്യുന്നു. അപ്പോൾ വണ്ടെന്ന ഭാവത്തിൽ അവൾ മറ്റുള്ളവയുടെ അസൂയയ്ക്ക് പാത്രീഭവിക്കുന്നു. ഇവയെല്ലാം കാവ്യ ചമത്കാരമായിട്ടാണ് പറയുന്നത്. വിവൃതം, തുറക്കപ്പെട്ട, ജഡത, ശൃംഗാരാദി ഭാവങ്ങളുടെ വ്യഭിചാരി ഭാവങ്ങളിൽ ഒന്നാണ്. സാഹിത്യ ദർപ്പണത്തിൽ 33 വ്യഭിചാര ഭാവങ്ങൾ പറയുന്നുണ്ട്. അവയിലും കൂടുതലുണ്ടാകാമെന്നാണ് വ്യാഖ്യാതാക്കന്മാരുടെ അഭിപ്രായം. 33 ഏവയെന്നാൽ വേഗദൈന്യശ്രമമത് ജഡതാ ഔഗ്രമോഹൗ വിബോധഃ സ്വാപ്നാപസ്മാരഗർവാമരണമല സദാമർഷനിദ്രാ വിഹിത്താ ഔത്സുക്യോന്മാദശങ്കാ സ്മൃതിമതിസഹിതാ വ്യാധിസന്ത്രാസലജ്ജാ ഹർഷാസൂയാ വിഷാദാ സധൃതി ചപലതാ ഗ്ലാനിചിന്താ വിതർക്കാഹ. ഇവയിൽ ആ ജഡത എന്നുള്ളതാണ് ഇതിലിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്രതിപത്തിർ ജഡത സ്യാദിഷ്ടാ നഷ്ടദർശനശ്രുതിഭിः അനുനിമിഷ നയന നിരീക്ഷണതൂഷ്ണീം ഭാവാദയസ്തത്ര. അവയവങ്ങളും മനസ്സും മരവിച്ച ഒരവസ്ഥയായി അതിനാണ് ജഡത എന്ന് പറയണത്. അവളെ കണ്ടിട്ടും ആ ശബ്ദം കേട്ടിട്ടും സമാധി എന്ന അവസ്ഥയിലിരിക്കുന്ന ആഗ്നിധ്രൻ അവളിൽ ആകൃഷ്ടനായത് കഷ്ടം എന്ന് ഹ ശബ്ദം കൊണ്ട് ഇവിടെ പറയുന്നു. ഇത്രയും ശൃംഗാരരസപ്രധാനമായൊരു വിവരണം അതിൻ്റെ രചയിതാവിലും അനുവാചകരിലും ചില വികാരങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് ബോധവാനായിരിക്കുന്ന വേദവ്യാസൻ ആഗ്നിധ്രൻ്റെ സ്ഥിതി കഷ്ടമായിപ്പോയെന്ന് പറയുമ്പോൾ തനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ലെന്ന് പറയുകയാണ്. പാരായണം ചെയ്യുന്നവർക്ക് അപ്രകാരം
പറ്റിപ്പോകരുതെന്ന് അനുശാസിക്കുന്നുമുണ്ട് ഈഹകാരം. അപ്പോൾ നായികാ ദർശനത്താലുണ്ടാവുന്ന മനോവിഭ്രാന്തിയാണ് ഇവിടെ ആ ജഡത്വഹേതു. അത് ആഭ്യന്തരം ആണ്. എന്നാൽ ജഡഭരതൻ മുതലായവരുടെ ജഡത്വം കേവലം ബാഹ്യപ്രകടനങ്ങൾ മാത്രമാണ്. പരമഹംസ പദവിയിലെത്തിയ സന്യാസിവര്യന്മാരുടെ നിസ്സംഗതയുടെ ചിഹ്നം. എന്നാൽ ജഡഭരതൻ മുതലായവരുടെ ജഡത്വം കേവലം ബാഹ്യപ്രകടനങ്ങൾ മാത്രമാണ്. പരമഹംസ പദവിയിലെത്തിയ സന്യാസിവര്യന്മാരുടെ നിസ്സംഗതയുടെ ചിഹ്നമാണ്. അതിനാൽ രണ്ടും കേവലം ഭിന്നങ്ങളാണ്. ആഗ്നിധ്രൻ്റേത് സാഹിത്യശാഖയിലും ഭരതാദികളുടേത് വേദാന്ത ശാഖയിലും ഉൾപ്പെടും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ ഒന്നും കൂടി നോക്കാം നമുക്ക്. സുമനസ, ആ പുഷ്പങ്ങളെ ഉപജിഗ്രന്ഥിയും ആഘ്രാണിക്കുന്ന മധുകരിയും ഇവ, ആ ഭ്രമരിയെ പോലെ ഇരിക്കുന്നവളും, ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈ, സ്വർഗത്തിലും മനുഷ്യലോകത്തിലുമുള്ളവരുടെ കണ്ണുകൾക്കും മനസ്സിനും ആഹ്ലാദത്തെ വർദ്ധിപ്പിക്കുന്ന ഗതിവിഹാര വ്രീഡാ വിനയാവലോക സുസ്വരാക്ഷരാവയവൈ, ഗമനം, ക്രീഡ, ലജ്ജ, വിനയസഹിതമായിരിക്കുന്ന നോട്ടം, മനോഹരമായ ശബ്ദത്തോടു കൂടിയ ആലാപം, അവയവങ്ങൾ എന്നിവയാൽ നൃണാം മനസ്സി, മനുഷ്യരുടെ മനസ്സിൽ, കുസുമായുധസ്യ മന്മഥന് വിവരം വിദധതീം, മാർഗത്തെ ഉണ്ടാക്കി തീർക്കുന്നവളും, നിജമുഖ വിഗളിതാമൃതാസവ ഭാഷണാമോദ മദാന്ധ മധുകര നികരോപരോധേന, അവളുടെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന അമൃതത്തോടും ആസവത്തോടും മന്ദഹാസത്തോടും കൂടിയ ഭാഷണത്തിലുള്ള സൗരഭ്യം നിമിത്തം ഉണ്ടായിരിക്കുന്ന മദത്താൽ, അന്ധങ്ങളായിരിക്കുന്ന വണ്ടിനിരകളുടെ ഉപദ്രവത്താൽ, ദ്രുതപദവിന്യാസേന, വേഗത്തിൽ കാലടികളെ വയ്ക്കുന്നതുകൊണ്ട്, വൽഗുസ്പന്ദനസ്തനകലശകബരഭാരരചനം, മനോഹരമായ വിധത്തിൽ ചലിക്കുന്ന കുജങ്ങൾ, തലമുടി, വസ്ത്രം എന്നിവയോടുകൂടിയവളും ദേവിയും അധികം പ്രകാശിക്കുന്നവളും ആയിരിക്കുന്ന താം, അവളെ തന്നെ അവിദൂരെ സമീപത്തിൽ കണ്ടു. തവലോകനേന, അവരുടെ ദർശനത്താൽ അവസരം സിദ്ധിച്ചിരിക്കുന്ന ഭഗവത മകരധ്വജസ്യ, ലോകത്തെ മോഹിപ്പിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്ന മന്മഥൻ്റെ വശം ഉപനീത, അധീനത്തിൽ അകപ്പെട്ടവനായിട്ട് ജഡവത്, അശക്തൻ എന്ന പോലെ, ഇതി ഉവാചഹ, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കൺമിഴിച്ചു നോക്കിയപ്പോൾ ആ അപ്സരാംഗനെ സമീപത്ത് കണ്ടു. പുഷ്പങ്ങളുടെ സമീപത്ത് വരുന്ന ഭ്രമരിയെപ്പോലെ മഞ്ജുളനാദം അവളിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. അവളുടെ സഞ്ചാരത്തിൽ പ്രകാശിക്കുന്ന ലീലാവിശേഷം, സഹജമായിരിക്കുന്ന ലജ്ജാപ്രസരം, വിനയസഹിതമായിരിക്കുന്ന കടാക്ഷം, ആഹ്ലാദകരമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയ ആലാപം, മുഖനേത്രാദികളായിരിക്കുന്ന അവയവങ്ങൾ എന്നിവ ആ ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിനെയും നേത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും അത്യന്തം ആനന്ദിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായിരുന്നു. അവളുടെ മുഖാരവിന്ദത്തിൽ നിന്നും ഒഴുകുന്ന സംഭാഷണത്തിന് അമൃതമെന്ന പോലെ ആനന്ദിപ്പിക്കുവാനും ആസവമെന്ന പോലെ മതിപ്പിക്കുവാനും ശക്തിയുണ്ടായിരുന്നു. സംഭാഷണാവസരത്തിൽ വ്യാപിക്കുന്ന ശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്ന സൗരഭ്യം അനുഭവിപ്പാനായി, മുഖസമീപത്ത് വന്ന് പറക്കുന്ന വണ്ടിനിരകളുടെ ബാധയൊഴിപ്പാനായി പാദങ്ങളെ അല്പം വേഗത്തിൽ ചലിപ്പിക്കുന്നതുകൊണ്ട് കുജകലശങ്ങളും തലമുടിക്കെട്ടും അരയില വസ്ത്രവും മനോഹരമായ വിധത്തിൽ ചലിക്കുന്നുമുണ്ട്. ഇങ്ങനെ ആ ശൃംഗാരദേവതയെ പോലെ അധികം പ്രകാശിക്കുന്നു അവളുടെ ആ ദർശനാവസരത്തിൽ ആക്കാക്കിയിട്ട് ജഗന്മോഹന സമർത്ഥനായിരിക്കുന്ന മന്മഥനും ഈ രാജകുമാരൻ്റെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചു. അതുനിമിത്തം അശക്തൻ എന്ന ഭാവത്തിൽ അവളോടിങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ വശിപ്പാൻ ആഗ്രഹിക്കുന്നവർ അവർ നിമിത്തം അശക്തനായിരിക്കും എന്ന വിധത്തിൽ സംസാരിക്കണം. എന്നാൽ അവർ സ്വാധീനകൾ ആകും. അതുകൊണ്ടാണ് പാരവശത്തെ പ്രകാശിപ്പിച്ചത്, തീരെ ജഡനായതുകൊണ്ടല്ല എന്നു കാണിപ്പാനാണ് ജഡവത് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ആ വണ്ട് പോലെ പുഷ്പം ഘ്രാണിക്കുന്നവളും കണ്ണും കരളും കുളിർപ്പിക്കുന്ന സലജ്ജമായ നോട്ടം, മനോഹരമായ ശബ്ദം, നേത്രാദ്യവയവങ്ങൾ എന്നിവയാൽ സകലരിലും കാമാവേശമുണ്ടാക്കുന്നവളും സർവാംഗസുന്ദരിയുമായിരിക്കുന്ന ആ ദേവിയോട് അവളുടെ ദർശനത്താൽ പീഡിക്കാൻ അവസരം കിട്ടിയ ശക്തനായ കാമന് അടിമപ്പെട്ട് ജഡനെ പോലെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കതിലത്തെ
സമീപത്തിൽ തന്നെ ആ വണ്ടിനെ പോലെ പുഷ്പങ്ങളെ ഘ്രാണിക്കുന്നവളും ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിനും കണ്ണിനും ആനന്ദമരുളുന്ന ഗമനം, ക്രീഡ, ലജ്ജയോടും വിനയത്തോടും കൂടിയുള്ള നോട്ടം, മനോഹരമായ ശബ്ദങ്ങൾ, നേത്രാദ്യവയവങ്ങൾ എന്നിവ കൊണ്ട് ആ മനുഷ്യരാശിയുടെ മുഴുവൻ മനസ്സിലും കാമന് പ്രവേശമുണ്ടാക്കുന്നവളും തൻ്റെ മുഖത്തു നിന്നും വരുന്ന അമൃതം പോലെ സുമധുരവും ആസവം പോലെ മാദകവുമായ മന്ദഹാസപൂർവമുള്ള സംഭാഷണത്തിൽ ഉണ്ടാവുന്ന സുഗന്ധത്താൽ മത്തുപിടിച്ച വണ്ടുകളുടെ സമൂഹത്തെ കൊണ്ടുള്ള ഉപദ്രവത്താൽ വേഗമുള്ള കാൽവെപ്പ് കൊണ്ട് കുറഞ്ഞൊന്നിളകുന്ന സ്തനകലശങ്ങളോടും മുടിയോടും മേഖലയോടും കൂടിയവളുമായിരിക്കുന്ന ആ ദേവിയോട് അവളുടെ ദർശനത്താൽ പീഡിപ്പിക്കുവാൻ അവസരം കിട്ടിയ ആ മഹാശക്തനായിരിക്കുന്ന കാമന് അടിമപ്പെട്ട് ജഡനെപ്പോലെ ആ നീഥൻ ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കാം ഇത് വ്യാഖ്യാനത്തിൽ. കഥം ഭൂതാം താം ഭ്രമരീമിവ പുഷ്പാണ്യുപജിഘ്രന്തീം, വണ്ടുകളെപ്പോലെ ആ പുഷ്പങ്ങളെ വാസനിച്ചുകൊണ്ട് സ്വഗതിവിഹാര വിനയാവലോകനാദിഭിർനൃണാം, സ്വന്തം ആ ഗതിവിഹാരം കൊണ്ട് ഗതിവിഹാരം നടത്തം, അതുപോലെ ആ കളി, ഗതിവിഹാര വിനയാവലോകനേമായിരിക്കുന്ന ഭാവം, അവലോകനം, ആദിഭിർനൃണാം ഇവ കൊണ്ട് ആ മനുഷ്യരുടെ മനസ്സിൽ കാമസ്യ പ്രവേശദ്വാരം, കാമനുള്ള പ്രവേശനദ്വാരമാക്കി കുർവതീം ആക്കി തീർക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭ്രമരീം ഇവ പുഷ്പാണ്യുപജിഘ്രന്തീം, ആ വണ്ടുകളെ പോലെ ആ പുഷ്പങ്ങളെ വാസനിച്ചുകൊണ്ട് സ്വഗതി വിഹാര വിനയാവലോകനാദിഭിർനൃണാം മനസ്സി, ആ സ്വന്തം ആ ഗതി വിഹാരം വിനയാവലോകനം ഇവ കൊണ്ടൊക്കെ ആ മനുഷ്യരുടെ മനസ്സിനെ കാമസ്യ പ്രവേശദ്വാരം കുർവന്തിം, കാമന് പ്രവേശിക്കാനുള്ള ദ്വാരമായിട്ട് ചെയ്യുന്നു. രാജാ തദവലോകനേന, ആ രാജാവ് നീഥ് അത് കണ്ടിട്ട്, അവളെ കണ്ടിട്ട് കാമവശം ഗത, കാമവശനായിട്ട് സൻ ജഡനെ പോലെ ഉവാച പറഞ്ഞു. ജഡവദുവാച രാജാ തദവലോകനേന കാമവശം ഗത സൻ ജഡവദുവാച. അപ്പോൾ ഒന്നുകൂടി പറയാതെ, കഥം ഭൂതം താം ഭ്രമരീമിവ പുഷ്പാണ്യുപജിഘ്രന്തീം സ്വഗതി വിഹാര വിനയാവലോകനാദിഭിർനൃണാം മനസി കാമസ്യ പ്രവേശദ്വാരം കുർവതീം. രാജാ തദു അവലോകനേന കാമവശം ഗതഃ സൻ ജഡവദുവാച. അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. എന്താണ് പറഞ്ഞതെന്നുള്ളതാണ് ഇനി. അടുത്ത ശ്ലോകം 7. കാത്വം ജിഗീർഷസി ച കിം മുനിവര്യശൈലേ മായാസി കാപി ഭഗവൽ പരദേവതായാ വിജ്യേ വിഭർഷിധനുഷി സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിപിനേ പ്രമത്താൻ. കാത്വം ചികീർഷസി ച കിം മുനിവര്യശൈലേ മായാസി കാപി ഭഗവൽ പരദേവതായാ വിജ്യേ വിഭർഷിധനുഷി സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഡയസേ വിപിനേ പ്രമത്താൻ. അപ്പോൾ ത്വം കാ ഭവതി ആരാണ്? കാ ത്വം കാ ഭവതി ആരാണ്? ഹേ മുനിവര്യ, അല്ലയോ മഹർഷേ, നീ ആരാണ്? അല്ലയോ മഹർഷി ശ്രേഷ്ഠ, നീ ആരാണ്? ശൈലേ, ആ കുന്നിന്മേൽ കിം ചികീർഷസി,
എന്തു ചെയ്യുവാനാണ് ഉദ്ദേശം? ഈ കുന്നിന്മേൽ എന്തു ചെയ്യുവാനാണ് ഉദ്ദേശം? കിം ചികീർഷസി ഭഗവത് പരദേവതായാഹ പരദേവതയായിരിക്കുന്ന ഭഗവാന്റെ കാപി ഏതോ മായ അസി കിം ഏതോ മായയാണോ ഹേ സുഹൃച്ച അല്ലയോ സുഹൃത്തുമായവനെ ആത്മനഃ കിം വാ അർത്ഥേ തൻ്റെ എന്തു കാര്യത്തിനാണ് ആത്മനഃ കിം വാ അർത്ഥേ തൻ്റെ എന്തു കാര്യത്തിനാണ് വിജ്യേ ഞാണില്ലാത്ത ധനുസ്സുകൾ ധരിക്കുന്നത് വിപിനെ കാട്ടിൽ മതിച്ചു നടക്കുന്ന മൃഗങ്ങളെ തേടുകയാണോ? എന്ത് കണ്ടിട്ടാണ് ഈ കയ്യിലുള്ള ബാണത്തെ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ത്വം ക ഭവതി ആരാണ്? ഹേ മുനിവര്യ അല്ലയോ മഹർഷി ശ്രേഷ്ഠ. ശൈലേ കുന്നിന്മേൽ കിം ചികീർഷസി കുന്നിന്മേൽ നീ എന്തു ചെയ്യുവാനാണ് ഉദ്ദേശം? ഭഗവത് പരദേവതായാഹ പരദേവതയായിരിക്കുന്ന ഭഗവാന്റെ കാപി ഏതോ മായ അസിക്കും മായയാണോ? ഇത് ഭഗവാന്റെ എന്തെങ്കിലും മായയാണോ? ഹേ സുഹൃച്ച അല്ലയോ സുഹൃത്തുമായവനെ ആത്മനഃ കിം വാ അർത്ഥേ തൻ്റെ എന്തു കാര്യത്തിനാണ് വിജ്യേ ഞാണില്ലാത്ത ധനുസ്സുകൾ വിഭർഷി വരിക്കുന്നത് വിപിനെ ആ കാട്ടിൽ പ്രമത്താൻ മതിച്ചു നടക്കുന്ന മൃഗങ്ങളെ മൃഗയസേ തേടുകയാണോ? എടി നീ ആരാണ്? മഹർഷി ശ്രേഷ്ഠനായ അങ്ങ് ഈ കുന്നിൻ ചെരുവിൽ എന്തു ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു? അല്ലയോ നീ ആരാണ്? മഹർഷി ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് ഈ കുന്നിൻ ചെരുവിൽ എന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? നീ പരദേവതയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ ഏതോ വിധത്തിലുള്ള മായ തന്നെ അല്ലയോ സുഹൃത്തെ. ഞാനില്ലാത്ത 2 വില്ലുകൾ നീ ധരിച്ചത് എന്താവശ്യത്തിനാണ്? ഈ പ്രദേശത്ത് മതിച്ച് സ്വൈരവിഹാരം ചെയ്യുന്ന മൃഗങ്ങളെ വേട്ടയാടുകയാണോ ഉദ്ദേശം? ജഡത്വം പ്രതിഫലിക്കുന്ന ആ പുലമ്പലാണ് ഇത്. ആ പുരികങ്ങൾ കണ്ട് ഞാണില്ലാത്ത വില്ലുകളാണെന്ന് ധരിച്ചു എന്നിട്ടാണ് പറയുന്നത്. അതിസുന്ദരിയായ അവൾ ഒരു മഹർഷി ശ്രേഷ്ഠനാണെന്നും ധരിച്ചു. ജഡത്വം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പറയുന്നത്. പുരികങ്ങൾ കണ്ടിട്ട് അത് ഞാണില്ലാത്ത വില്ലുകളാണെന്ന് ധരിച്ചു. അതിസുന്ദരിയായിരിക്കുന്ന അവൾ ഒരു മഹർഷി ശ്രേഷ്ഠനാണെന്നും ധരിച്ചു. അതാണ് മുനിവര്യ ഇത്യാദി ആ പുല്ലിംഗവചനങ്ങൾ അവിടെ ജഡത്വ ലക്ഷണം ആയിട്ട് അവിടെ വരാനുള്ള കാരണം. ജഡവതിഥി ഹോവാച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ ജഡൻ്റേതെന്ന് തോന്നും വിധം പറഞ്ഞു എന്നർത്ഥം. ഇവിടെ ശ്രീധരാചാര്യസ്വാമികൾ ഗൂഢാർത്ഥം കൽപ്പിക്കുന്നു. കിം വാ പ്രമത്താൻ അജിതേന്ദ്രിയാൻ തുല്യാൻ അസ്മദാദീൻ മൃഗയസേ താൻ വശീകർത്തും ധനുഷി ധാരയസീത്യർത്ഥഃ. മതിച്ചവരും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവരും മൃഗതുല്യരുമായിരിക്കുന്ന നമ്മെപ്പോലുള്ളവരെ അന്വേഷിക്കുകയാണോ? അവരെ വശീകരിക്കാൻ വില്ലുകളാകുന്ന പുരികക്കൊടികളുടെ സൗന്ദര്യം പ്രയോജനപ്പെടുത്തുകയാണോ? ഇങ്ങനെ നിരർത്ഥകങ്ങളായിരിക്കുന്ന ചില ഇതുകൂടി ഉണ്ടെങ്കിലേ ആ കേൾക്കുന്നവർക്ക് അജഡനാണെന്ന് തോന്നൂ. അതാണ് മുനിവര്യ എന്ന പ്രയോഗം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കാം. നീ ആരാണ് മുനിവര? ഈ പർവ്വതത്തിൽ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? പരദേവതയായ ഭഗവാന്റെ അനിർവചനീയമായ മായ തന്നെയാണോ? ആ സ്ത്രീയെ കണ്ടിട്ട് ചോദിക്കാൻ, സുഹൃത്തെ അങ്ങ് ഞാണില്ലാതെ വില്ലുകൾ തനിക്ക് വേണ്ടി തന്നെ ധരിക്കുന്നുവോ? അതോ പ്രമത്തരും മൃഗതുല്യരുമായിരിക്കുന്ന ഞങ്ങളെ വശീകരിക്കാൻ ഉദ്ദേശിച്ചാണോ ധരിച്ചിരിക്കുന്നത്? നോക്കാം നമുക്ക്. കാ ത്വം നീ ആര്? മുനിവര്യ ഹേ മുനിശ്രേഷ്ഠ. ശൈലേ പർവ്വതത്തിൽ കിം ജിഗീർഷസി എന്തു ചെയ്യുവാനിച്ഛിക്കുന്നു? ഭഗവത് പരദേവതായാഹ ഭഗവാനായിരിക്കുന്ന പരമേശ്വരൻ്റെ കാപി മായാ അസി അനിർവാച്യമായ മായയോ നീ? സുഹൃത്ത് ഹേ സുഹൃത്തെ. വിജ്യേ ഞാണില്ലാതെയിരിക്കുന്ന ധനുഷി 2 വില്ലുകളെ ബിഭർഷി നീ ധരിക്കുന്നുണ്ടല്ലോ. ആത്മനഃ അർത്ഥേ കിം അവ നിനക്ക് വേണ്ടിയിട്ട് തന്നെ ആണോ? വിപിനെ കാട്ടിൽ പ്രമത്താൻ മതിച്ചു നടക്കുന്ന
മൃഗങ്ങളെ മൃഗയസേ കിം തിരയുകയാണോ? ഇപ്പോൾ രാജകുമാരൻ പൂർവജിത്തിയോട് ചെയ്ത ആ ജാഡ്യവചനം ഇത് മുതൽ 10 ശ്ലോകം വരെയുണ്ട്. നീ ആരാകുന്നു, നിന്റെ പേരെന്താകുന്നു, ഹേ മുനിശ്രേഷ്ഠ. സ്ത്രീയോട് ചോദിക്കുകയാണ്, ആണാണ് മുനിവര്യനാണ് വിചാരിച്ച്. ഹേ മുനിശ്രേഷ്ഠ, ഈ പർവ്വതത്തിൽ എന്തു ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്? ആദ്യം സ്ത്രീ എന്ന മട്ടിൽ സംബോധന ചെയ്ത ശേഷം പിന്നെ മുനിവര്യ എന്ന് പുല്ലിംഗത്തിൽ ചെയ്ത സംബോധന ജാഡ്യാനുകരണമാകുന്നു. ജഡത്വം കൊണ്ടാണ് അങ്ങനെ പറയണമെന്നർത്ഥം. സാക്ഷാൽ പരമേശ്വരൻ്റെ ജഗന്മോഹിനിയായ മായയോ നീ പുരികങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഞാൻ കെട്ടാതി ഇരിക്കുന്ന ഈ 2 ചാപങ്ങളെ ധരിക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? കാട്ടിൽ മതിച്ചു നടക്കുന്ന മൃഗങ്ങളെ നായാട്ട് ചെയ്യുവാനാണോ? സംസാരാരണ്യത്തിൽ ആത്മബോധമില്ലാതെയും ഭഗവത് ഭജനം ചെയ്യാതെയും അജിതേന്ദ്രിയന്മാരായി നടക്കുന്ന മൃഗപ്രായരായിരിക്കുന്ന എന്നെ പോലെയുള്ളവരെ വധിപ്പാനാണോ ഇവയെ ധരിച്ചിരിക്കുന്നത്? അത് രണ്ടും ആവാം. അങ്ങനെയാണെങ്കിൽ സുഹൃത് ഭാവത്തെ അവലംബിച്ച് നിർദ്ദയം വധിക്കാതിരിക്കണം എന്ന അഭിപ്രായത്തെ ഹേ സുഹൃത്തേ എന്ന സംബോധന കൊണ്ട് അവിടെ പറയണു. അപ്പോൾ ഹേ മുനിശ്രേഷ്ഠ, ഭവതി ആരാണ്? ഹേ മുനിശ്രേഷ്ഠ, ഈ പർവ്വതത്തിൽ എന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? ഭവൽപരദേവതായാഹ കാഭിമായ അസിനൂനം, പരദേവതയായിരിക്കുന്ന ഭഗവാന്റെ അനിർവചനീയമായിരിക്കുന്ന മായ തന്നെയാകുന്നു നിശ്ചയം. മുനിവര്യ എന്നിപ്രകാരം പുല്ലിംഗമായിട്ടുള്ള സംബോധന ജാഡ്യത്തെ അനുകരിക്കുന്നതാണ്. പുരികങ്ങളെ നോക്കി ചോദിക്കുന്നു, ഹേ സുഹൃത് ത്വം വിജ്യേ ധനുഷീക്കിം ആത്മനഃ അർത്ഥേ ബിഭർഷിക്കിം വാ പ്രമത്താൻ മൃഗാൻ അസ്മാൻ മൃഗയസേ. പ്രിയ സഖാവേ, അങ്ങ് ഞാണില്ലാത്ത വില്ലുകൾ തനിക്ക് വേണ്ടി തന്നെ ധരിക്കുന്നുവോ, അതോ പ്രമത്തരായും മൃഗതുല്യരുമായിരിക്കുന്ന ഞങ്ങളെ വശീകരിക്കുവാൻ ഉദ്ദേശിച്ചാണോ ധരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. ഹേ സഖേ, അല്ലയോ സഖാവേ, ത്വം കാസി, നീ ആരാണ്? അസ്മിൻ ഗിരൗ കിം ചികീർഷസി, ഇവിടെ ഈ ഗിരിയിൽ ഈ പർവ്വതത്തിൽ നീ എന്തു ചെയ്യുന്നു? കിം ദേവമായാസി, ഇത് ഒരു ദേവമായയാണോ? മൃഗതുല്യാൻ വിഷയിണോ വശീകർത്തും, മൃഗതുല്യരായിരിക്കുന്ന വിഷയികളെ വശീകരിക്കാൻ ധനുഷി, ആ ധനുസ് ധരിച്ച് ധാരയസി, ധനുസ് ധരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഹേ സഖേ, അല്ലയോ സഖാവേ സുഹൃത്തേ, ത്വം കാസി, നീ ആരാണ്? അസ്മിൻ ഗിരൗ കിം ചികീർഷസി, ഇപ്പോൾ ഈ പർവ്വതത്തിൽ കുന്നിൽ നീ എന്തു ചെയ്യുന്നു? കിം ദേവമായാസി, ഇത് ഒരു ദേവമായയാണോ ഈ കാണുന്നത്? മൃഗതുല്യാൻ വിഷയിണോ വശീകർത്തും ധനുഷി, മൃഗതുല്യരായിരിക്കുന്ന വിഷയികളെ വശീകരിച്ച് ആ ധനുസിനെ ധാരയസി, ധനുസിനെ പ്രയോഗിക്കാൻ ആണോ? ധാരയസി കിം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ത്വം കാസി, ഹേ സഖേ ത്വം കാസി അസ്മിൻ ഗിരൗ കിം ചികീർഷസി കിം ദേവമായാപി മൃഗതുല്യാൻ വിഷയിണോ വശീകർത്തും ധനുഷി ധാരയാമസി കിം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ബാണാവിമൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്താവപുംഖരുചിരാവതി തിഗ്മദന്തൗ കസ്മൈ യുയുംക്ഷസി വനേ വിചരന്ന വിദ്മഹ ക്ഷേമായ നോ ജഡധിയാം തവ വിക്രമോസ്തു. ബാണാവിമൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്താവപുംഖരുചിരാവതി തിഗ്മദന്തൗ കസ്മൈ യുയുംക്ഷസി വനേ വിചരന്ന വിദ്മഹ ക്ഷേമായ നോ ജഡധിയാം തവ വിക്രമോസ്തു. അപ്പോൾ അപുംഖരുചിരൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിയില്ലാത്തവയെങ്കിലും, അപുംഖരുചിരൗ അവയെങ്കിലും കൗതുകമുള്ളവയും, അതിതിഗ്മദന്തൗ വല്ലാതെ മൂർച്ചയുള്ള മുനയുള്ളതും, ശാന്തൗ ശാന്തങ്ങളും, ശതപത്രപത്രൗ 2 താമര ദളങ്ങളാകുന്ന
ഭഗവതഃ ആ ഭഗവാന്റെ ഇമൗ ബാണൗ ഈ രണ്ടസ്ത്രങ്ങൾ വനേ വിചരൻ കാട്ടിലുലാത്തിക്കൊണ്ട് കസ്മൈ ആരുടെ നേരെ യുയുങ്ക്ഷസി പ്രയോഗിപ്പാൻ ഉദ്ദേശിക്കുന്നു എന്ന് ന വിദ്മഹ നാം അറിയുന്നില്ല. തവ വിക്രമഃ അങ്ങയുടെ പരാക്രമം ജഡധിയാം നഃ ബുദ്ധിഹീനരായ ഞങ്ങളുടെ ക്ഷേമായ ക്ഷേമത്തിന് അസ്തു ഭവിക്കണമേ പറയാണ് ആ സ്ത്രീയോട്. അപുംഖരുചിരൗ പിടിയില്ലാത്തവയെങ്കിലും കൗതുകമുള്ളവയും ആയ അപുംഖരുചിരൗ പിടിയില്ലാത്തവയെങ്കിലും കൗതുകവും ആയിരിക്കുന്ന അതിതിഗ്മഗദ്ദന്തൗ ആ വല്ലാതെ മൂർച്ചയുള്ള മുനയുള്ളതും ആ വില്ലിനെയാണ് പറയുക മൂർച്ചയുള്ള മുനയുള്ളതും ശാന്തവും ശാന്തങ്ങളും ശതപത്രപത്രവും 2 താമരദളങ്ങളാകുന്ന ഭഗവതഃ ഭഗവാന്റെ ഇമൗ ബാണവും 2 ശരങ്ങളാണ്. ഈ 2 അസ്ത്രങ്ങൾ വനേ വിചരൻ കാട്ടിൽ ഉലാത്തിക്കൊണ്ട് കസ്മൈ ആരുടെ നേരെ യുയുങ്ക്ഷസി പ്രയോഗിപ്പാൻ ഉദ്ദേശിക്കുന്നു എന്ന് ന വിദ്മഹ നാം അറിയുന്നില്ല. തവ വിക്രമഃ അങ്ങയുടെ പരാക്രമം ജഡധിയാം നഃ ബുദ്ധിഹീനരായ ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് അസ്തു ഭവിക്കണമേ. അപ്പോൾ ഭഗവാൻ കാമദേവൻ്റെ അസ്ത്രങ്ങളായിരിക്കുന്ന ഈ 2 താമരദളങ്ങൾ അമ്പിന്മേൽ ചേർത്തെയ്യുവാൻ പിടിയുള്ളവയെങ്കിലും മനോഹരങ്ങൾ തന്നെ. ആ അസ്ത്രമുനകൾ മാത്രമാണ്, പക്ഷേ അത്യന്തം മൂർച്ചയുള്ളവ തന്നെ. ഇവ ആരുടെ നേരെ പ്രയോഗിക്കാനാണ് കാട്ടിലൂടെ നടക്കുന്നത്? ജഡരായിരിക്കുന്ന അസ്മാദികളുടെ ക്ഷേമത്തിനാകട്ടെ ഭവതിയുടെ ഈ വിക്രിയകൾ. ശതപത്രം എന്നാൽ താമര, അതുതന്നെ അരവിന്ദം അശോകം ച ഇത്യാദി അമരം. കാമദേവൻ്റെ 1ാമത്തെ അസ്ത്രമായിരിക്കുന്ന അരവിന്ദത്തിൻ്റെ 2 ദളങ്ങൾ അവളുടെ നേത്രദ്വയം. പക്ഷേ അമ്പിന് ഒരു കമ്പോ തൂവലോ ഇല്ല. എങ്ങനെ പ്രയോഗിക്കുമെന്ന് ശങ്കിക്കുന്നു. ബ്രഹ്മാവ് തൻ്റെ സമീപത്തേക്ക് അയച്ചതാണെന്നറിയായികയാൽ തൻ്റെ ആ നന്മയ്ക്ക് വേണ്ടിയാകണമേ എന്ന് അവളുടെ ആ ഉദ്യമം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭഗവത് ശബ്ദം മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുകയാണ് എടുത്താൽ കയ്യിലെ താമരയുടെ 2 ദളങ്ങൾ എന്നർത്ഥം. ഈ പക്ഷത്തിൽ ഇതിന് ജഡത്വം ഇതിൽ കൂടുതൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപുംഖരുചിരവും അപുംഖങ്ങളില്ലെങ്കിലും മനോഹരങ്ങളും അതിതിഗ്മദന്തവും അത്യന്തം മൂർച്ചയുള്ള അറ്റങ്ങളോട് കൂടിയവയും ശാന്തവും ശാന്തങ്ങളായിരിക്കുന്നവയും ശതപത്രപത്രവും താമരകളാകുന്ന തൂവലുകളോട് കൂടിയവനുമായ ഭഗവതഃ ഇമൗ ബാണവും ഭഗവാന്റെ ഈ ബാണങ്ങൾ വനേ വിചരൻ കാട്ടിൽ സഞ്ചരിച്ചും കൊണ്ട് കസ്മൈ ആരുടെ നേർക്കായിട്ട് യുയുങ്ക്ഷസി ഉപയോഗിപ്പാനിച്ഛിക്കുന്നവോ ന വിദ്മഹ അത് ഞങ്ങൾ അറിയുന്നില്ല. തവ വിക്രമഃ അങ്ങയുടെ പരാക്രമം ജഡധിയാം ജഡബുദ്ധികളായിരിക്കുന്ന നഃ ക്ഷേമായ നമ്മളുടെ ക്ഷേമത്തിനായിട്ട് അസ്തും നിങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കണം. അപ്പോൾ നേത്രങ്ങളെ നോക്കിയിട്ട് ആ ബാണങ്ങളായി കൽപ്പിച്ച് പറയുകയാണ്. ആ ഭഗവൻ അങ്ങയുടെ ആ താമരപ്പൂക്കളാകുന്ന തൂവലുകളോട് കൂടിയതും പിടിക്കുവാനുള്ള അപരഭാഗങ്ങളില്ലെന്നിരിക്കലും മനോഹരങ്ങളായതും ഏറ്റവും മൂർച്ചയുള്ള ആ അഗ്രഭാഗം ഉള്ളവയാണെങ്കിലും ആ വിലാസം നിമിത്തം മന്ദഗതിയെ അവലംബിച്ചുമിരിക്കുന്ന ഈ 2 ബാണങ്ങളെ ആരുടെ നേരെ പ്രയോഗിപ്പാൻ ആഗ്രഹിച്ചും കൊണ്ടാണ് വനത്തിൽ അങ്ങയുടെ ആ സഞ്ചാരമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഭയം നിമിത്തം ചെയ്യുന്ന ഈ പ്രാർത്ഥനയെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ പരാക്രമം ജഡബുദ്ധികളായിരിക്കുന്ന എന്നെപ്പോലെയുള്ളവരുടെ ക്ഷേമത്തിനായിട്ട് ഭവിക്കണം. ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ഉപയോഗിക്കാതിരിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. പുരികക്കൊടികളെ വില്ലായിട്ടും നേത്രങ്ങളെ ബാണങ്ങളായിട്ടും കൽപ്പിച്ചുകൊണ്ടാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ നീ ആരാണ് പറഞ്ഞു. ഭഗവാനായിരിക്കുന്ന കാമൻ്റെ ആ നേത്രകമലങ്ങളാകുന്ന പത്രങ്ങളോട് കൂടിയവയും വിഭ്രമമന്ധരങ്ങളും പിടിക്കാൻ മുഷ്ടിയില്ലെങ്കിലും സുന്ദരവും മൂർച്ചയും ഉള്ള
ആ അഗ്രഭാഗം ചേർന്നവയും ആയിരിക്കുന്ന കടാക്ഷബാണങ്ങളെ അങ്ങ് വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആരുടെ നേർക്ക് പ്രയോഗിപ്പാനാണ് ഇച്ഛിക്കുന്നത്? ഞങ്ങൾക്കിത് അറിഞ്ഞുകൂടാ. അങ്ങയുടെ ഈ പരാക്രമം ജഡരായിരിക്കുന്ന ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് വരട്ടെ. എന്നൂടി പറയാം. സർവസമർത്ഥനായിരിക്കുന്ന കാമന്റെ നേത്രകമലങ്ങളാകുന്ന പത്രങ്ങളോടുകൂടിയവയും വിഭ്രമം കൊണ്ട് മന്ധരങ്ങളും പിടിക്കുവാനുള്ള മുഷ്ടിപ്രദേശങ്ങളില്ലെങ്കിലും സുന്ദരങ്ങളും അതിമൂർച്ചയും ഉള്ള ആഗ്രഭാഗത്തോടു കൂടിയവയുമായിരിക്കുന്ന ഈ കടാക്ഷബാണങ്ങളെ അങ്ങ് വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആരുടെ നേരെ പ്രയോഗിപ്പാനിച്ഛിക്കുന്നു? വയം ഏതത്ന വിദ്മഹ, ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഭയം ഹേതുവായിട്ട് പ്രാർത്ഥിക്കുന്നു. തവ അയം വിക്രമഃ ജഡധിയാം നഹ ക്ഷേമായ അസ്തു, അങ്ങയുടെ ഈ പരാക്രമം കാമത്താൽ ജഡപ്രായന്മാരായിത്തീർന്ന് ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഭവിക്കട്ടെ എന്നാണ്. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിലെ വനേ വിചരൻ, വനത്തിൽ വിചരിച്ചുകൊണ്ട് തീക്ഷ്ണവും കടാക്ഷ ബാണവും, ഈ തീക്ഷ്ണങ്ങളായിരിക്കുന്ന കടാക്ഷബാണങ്ങളെ പ്രയോവതുമിച്ഛസീതി, പ്രയോഗിക്കാൻ ഇച്ഛിക്കുന്നുവോ എന്ന വിദ്മഹ, അത് നമ്മൾ അറിയുന്നില്ല. വനേ വിചരൻ, വനത്തിൽ വിചരിച്ചുകൊണ്ട് തീക്ഷ്ണവും കടാക്ഷബാണവും, തീക്ഷ്ണങ്ങളായിരിക്കുന്ന ഈ കടാക്ഷബാണങ്ങളെ പ്രയോക്തും ഇച്ഛസീതി, അതിനെ പ്രയോഗിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ട്. വിവരം ന വിദ്മഹ, നാം അറിയുന്നില്ല. വനേ വിചരൻ തീക്ഷ്ണവും കടാക്ഷബാണവും പ്രയോക്തും ഇച്ഛസീതി ന വിദ്മഹ എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ 9ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശിഷ്യാ ഇമേ ഭഗവതഃ പരിതഃ പഠന്തി ഗായന്തി സാമ സരഹസ്യമ അജസ്രമീശം ഈശം യുഷ്മത്ശികാ വിലുളിതാഃ സുമനോ ശിഷ്യാഃ ഇമേ 9ാമത്തെ ശിഷ്യാ ഇമേ ഭഗവതഃ പരിതഃ പഠന്തി ഗായന്തി സാമ സരഹസ്യമജസ്രമീശം യുഷ്മത്ശിഖാ വിലുളിതാ സുമനോഭിവൃഷ്ടിം എന്നാണ് അവിടെ. അപ്പോൾ യുഷ്മത്ശിഖാ വിലുളിതാഃ സുമനോഭിവൃഷ്ടിം സർവേ ഭജൻ ഋഷിഗണാ ഇവ വേദശാഖാ, സർവേ ഭവൻ ഋഷിഗണാ ഇവ വേദശാഖാ. അപ്പോൾ ഭഗവതഃ, ആ ഭഗവാനായിരിക്കുന്ന അങ്ങയുടെ ഇമേ, ഈ ശിഷ്യന്മാർ, ഈശം ത്വാം, അവരുടെ അധിപനായിരിക്കുന്ന അങ്ങയെ, പരിതഃ ചുറ്റിക്കൊണ്ട്, അജസ്രം എപ്പോഴും, സരഹസ്യം രഹസ്യ സ്വഭാവം ഉള്ള, അസാമമന്ത്രം പഠിക്കുന്നു, ഗായന്തി പാടുന്നു, സർവേ എല്ലാ ഋഷിസമൂഹങ്ങളും, വേദശാഖാഹ ഇവ വേദശാഖകളെ എന്നോണം, യുഷ്മത് ശിഖാ വിലുളിതാഹ അങ്ങയുടെ ആ മുടിയിൽ നിന്ന് കൊഴിഞ്ഞ സുമനോഭിവൃഷ്ടി പുഷ്പവർഷങ്ങളെ ഭജന്തി ഉപാസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവതഃ ഭഗവാനായിരിക്കുന്ന അങ്ങയുടെ ഇമേ ഈ ശിഷ്യന്മാർ, ഈശം ത്വാം അവരുടെ അധിപനായിരിക്കുന്ന അങ്ങയെ, പരിതഃ ചുറ്റിക്കൊണ്ട്, അജസ്രം എപ്പോഴും, സരഹസ്യം രഹസ്യ സ്വഭാവമുള്ള, സാമമന്ത്രം പഠിക്കുന്നു, ഗായന്തി പാടുന്നു, സർവേ എല്ലാ ഋഷിഗണങ്ങളും ഋഷിസമൂഹങ്ങളും, വേദശാഖാഹ ഇവ വേദശാഖകളെ എന്നോണം, യുഷ്മത് ശിഖാ വിലുളിതാഹ അങ്ങയുടെ ആ മുടിയിൽ നിന്ന് ആ കൊഴിഞ്ഞ സുമനോഭിവൃഷ്ടി ആ പുഷ്പവർഷങ്ങളെ ഭജന്തി ഉപാസിക്കുന്നു. അപ്പോൾ ഭഗവതഃ ഇമേ ശിഷ്യാഃ ഈശം ത്വാം പരിതഃ
അജസ്രം സരഹസ്യം സാമ പഠന്തി ഗായന്തി സർവേ ഋഷിഗണാ വേദശിഖാ ഇവ വേദശാഖാഃ ഇവ യുഷ്മൽ ശിഖാ വിലുളിതാഃ സുമനോഭിവൃഷ്ടി ഭജന്തി. ആ ഭഗവാന്റെ ആ ശിഷ്യഗണങ്ങളെ ചുറ്റും ആ രഹസ്യമായിരിക്കുന്ന സാമഗാനാലാപം ചെയ്ത് സേവിക്കുന്നു. അങ്ങയുടെ തലമുടിയിൽ അണിഞ്ഞിരിക്കുന്ന മാലയിൽ നിന്നും മുതിരുന്ന പൂക്കൾ പുഷ്പവൃഷ്ടിയുണ്ടാക്കുന്നു. വണ്ടുകൾ അവയെ ഉപാസിക്കുന്നത് കണ്ടാൽ ഋഷീശ്വരന്മാർ വേദമന്ത്രങ്ങൾ ലഭിച്ചാൽ അവയെ സ്വീകരിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ നോക്കാം. ഭഗവതഃ ഇമേ ശിഷ്യ, ഭഗവാന്റെ ഈ ശിഷ്യന്മാർ, ഈശം ത്വാം പരിതഃ, ഈശ്വരനായ അങ്ങയുടെ നാല് ഭാഗത്തും, ഈശ്വരം ത്വാം പരിതഃ, ഈശ്വരനായ അങ്ങയുടെ നാല് ഭാഗത്തും, സരഹസ്യം സാമം, രഹസ്യത്തോടു കൂടിയിരിക്കുന്ന സാമവേദത്തെ, അജസ്രം എല്ലായ്പ്പോഴും, പഠന്തി ഗായന്തി പഠിക്കുകയും പാടുകയും ചെയ്യുന്നു. യുക്ഷ്മത് ശിഖാവലുളിതാം, ശിഖാവിലുളിതാഹ, അങ്ങയുടെ ആ തലയിൽ നിന്നും വീഴുന്ന സുമനോഭിവൃഷ്ടി, ആ പുഷ്പവർഷങ്ങളെ, ഇഹം ഇവിടെ, ഋഷിഗണങ്ങൾ, വേദശാഖാ ഇവ, വേദശാഖകൾ എന്ന പോലെ, സർവേ ഭജന്തി എല്ലാവരും ഭജിക്കുന്നു. അപ്പം മുഖപരിമളത്തെ അനുസരിച്ച് ചുറ്റും മുരണ്ടുകൊണ്ടും പറക്കുന്ന വണ്ടുകളെ നോക്കിയിട്ട് പറയുന്നു, ഭഗവാന്റെ ഈ ശിഷ്യന്മാർ ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ നാല് ഭാഗത്തു നിന്ന് മന്ത്രങ്ങളോട് കൂടിയിരിക്കുന്ന സാമവേദങ്ങളെ നിരന്തരം ഉച്ചരിക്കുകയും പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ ആ തലമുടിയിൽ നിന്നും താഴെ വീഴുന്ന പുഷ്പവർഷങ്ങളെ ജനങ്ങൾ എല്ലാവരും ഋഷീശ്വരന്മാർ വേദശാഖകളെ ആദരിക്കുന്നത് പോലെ പരിശുദ്ധ ബുദ്ധിയോടും കൂടി സ്വീകരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ ശിഷ്യന്മാർ ചുറ്റും നിന്ന് ഉപനിഷത്തുക്കളും അതുപോലെ സാമവും നിരന്തരം പഠിക്കുകയും സർവേശ്വരനെ പറ്റി പാടുകയും ചെയ്യുന്ന ആ ഋഷിഗണങ്ങൾ, വേദശാഖകൾ എന്ന പോലെ അവരെല്ലാം അങ്ങയുടെ ആ ശിഖകളിൽ നിന്നും വീഴുന്ന പുഷ്പവൃഷ്ടികൾ സേവിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുക, അവിടുത്തെ ഈ ശിഷ്യന്മാർ ചുറ്റും നിന്ന് ഉപനിഷത്തുകളും സാമവും നിരന്തരം പഠിക്കുകയും സർവേശ്വരനെ പറ്റി പാടുകയും ചെയ്യുന്നു. ഋഷിഗണാ വേദശാഖാഃ ഇവ തേ സർവേ യുക്ഷ്മത് ശിഖാവിലുളിതഃ സുമനോഭിവൃഷ്ടി ഭജന്തി. ഋഷീശ്വരന്മാർ വേദശാഖകളെ എന്ന പോലെ അവരെല്ലാം അങ്ങയുടെ ആ ശിഖയിൽ നിന്നും വീഴുന്ന പുഷ്പവൃഷ്ടികളെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ വ്യാഖ്യാനത്തിൽ ഇമേ ഭ്രമരാസ്തവ സമന്താത് ഭാഗോ ഗായന്തി ഗായന്തി തവ കേശഗളിതാനി പുഷ്പാണി സേവന്തേ. ഇമേ ഭ്രമരാസ്തവ, ഇവിടെ ചുറ്റും നിന്ന് ആ ഭ്രമരൻ ഇവിടെ ചുറ്റിക്കറങ്ങുന്ന ഇമേ ഭ്രമരാസ്തവ ഋഷിഗണങ്ങൾ സമന്താദ് ഭാഗേ, ആ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ആ സാമവേദം ഗായന്തി പാടുന്നു. തവ അങ്ങയുടെ കേശഗളിതാനി, കേശത്തിൽ നിന്നും പതിക്കുന്ന പുഷ്പങ്ങളെ ചൂടുന്നു. സേവന്തേ ഇമേ ഭ്രമരാസ്തവ സമന്താദ് ഭാഗേ ഗായന്തി തവ കേശഗളിതാനി പുഷ്പാണി സേവന്തേ ച. എന്നും കൂടി പറയാം. ഇമേ ഭ്രമരാസ്തവ സമന്താദ് ഭാഗേ ഗായന്തി തവ കേശഗളിതാനി പുഷ്പാണി സേവന്തേ. ഇവിടെ ഈ ശിഷ്യന്മാർ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ സാമഗാനങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നു. സമന്താദ് ഭാഗേ പായന്തി, നാല് ഭാഗത്തു നിന്നും സാമഗാനങ്ങളെയൊക്കെ
സാമഗാനങ്ങളാകുന്ന വേദശാഖകളെ സ്തുതിക്കുന്നു. തവ അവിടുത്തെ കേശഗളിതാനി കേശങ്ങളിൽ നിന്നും പതിക്കുന്ന പുഷ്പാണി പുഷ്പങ്ങളെ സേവന്തേച്ച സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.